കേടുകൂടാതെ 3-4 ദിവസം പുറത്തോ ഫ്രിഡ്ജിലാണെങ്കിൽ ഏറെക്കാലം സൂക്ഷിക്കാവുന്ന ഒരു പുളിക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റഡ് ചാനൽ. ഒരു ഇരുമ്പ് ചീനച്ചട്ടി ചൂടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി മുഴുവനേ തൊലി കളഞ്ഞ് കഴുകി തോർത്തി എടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ 2 കപ്പ് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചുവന്നുള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് വളരെ പ്രധാനമാണ് ഈ കറിക്ക്. ചുവന്നുള്ളി അടർന്നു വരുന്ന പരുവം വരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കറി ദോശ, ചപ്പാത്തി, ഇഡലി ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. 2-3 ദിവസം യാത്ര പോകുന്നവർക്കും ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു കറിയാണ് ഇത്. ചുവന്നുള്ളിയുടെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് വേണ്ട പരുവത്തിനായിട്ടില്ല. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനിയും ഇവിടെ ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ അടർന്നു വരുന്ന ഒരു പരുവത്തിന് തന്നെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വഴറ്റിയെടുക്കണം ഈ കറിക്ക്. ഇനി ഇത് നമുക്ക് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ ചീനച്ചട്ടിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വറുത്തിട്ട് പൊടിക്കേണ്ടതുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉണക്കമുളക് 6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ 3-4 ഉണക്കമുളക് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കടലപ്പരിപ്പാണ്. ഇത് ചേർക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അരിയാണ്. ഞാനിവിടെ കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി യൂസ് ചെയ്യാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ഉലുവയാണ്. ഇതും ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ടിത് മൂത്ത് വരുന്ന സമയത്ത് കോരി മാറ്റാം. ഇത് ഞാനൊരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറു ചൂടോട് കൂടി തന്നെ ഇത് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ വഴറ്റി കോരി മാറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളിയാണിത്. ഇതിലേക്ക് വറുത്ത് പൊടിച്ചത് ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് നേരം നമുക്കിത് മാറ്റി വെക്കാവേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മൺചട്ടി ചൂടാക്കാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ നാരങ്ങ സൈസ് വലിപ്പമുള്ള വളൻപുളി പിഴിഞ്ഞ് എടുത്തിട്ടുള്ള ചാറാണ് ഇത്. ഇതൊഴിക്കാം. പുളി അധികം ഉപയോഗിക്കാൻ പാടില്ല, കറിക്ക് രുചി വ്യത്യാസം ഉണ്ടാകും. ഇതിലേക്ക് ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഉണ്ടല്ലോ, ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കി ചേർക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ടിത് മൂടി വെച്ച് ആവശ്യാനുസരണം കറി കുറുക്കിയെടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കറി കുറുക്കിയെടുക്കേണ്ടത് ചെറു തീയിൽ വെച്ച് തന്നെ കുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ പരുവത്തിന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. ഉഴുന്ന് പരിപ്പ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഒരു 3 എണ്ണം ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ചേർക്കാം. കുറച്ച് കറിവേപ്പില വെള്ളമയം ഇല്ലാതെ എടുത്തിട്ടുള്ളതാണ്, ചേർക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിനി കറിയിലേക്ക് ഒഴിക്കാം. ഇളക്കി കൊടുക്കാം.
ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഗ്ലാസ് ബോട്ടിലിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. 3-4 ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കും. നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കാൻ പാടില്ല. വായു കടക്കാത്ത വിധം ഇത് നല്ലതുപോലെ അടച്ചു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം ഇത് കേടുകൂടാതെ ഇരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെ ബൈ ബൈ.